الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ഖുലാസ ഖുലാസ എന്ന് പറഞ്ഞാൽ അർത്ഥം ചുരുക്കം എന്നാണ്. ഖുലാസ എന്ന് പറഞ്ഞാൽ ചുരുക്കം. അൽ ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രം. അപ്പൊ കർമ്മശാസ്ത്രത്തിന്റെ ചുരുക്കം. അൽ ഇസ്ലാമി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ചുരുക്കം എന്നാണ് കിതാബിന്റെ പേര്. മനസ്സിലായോ? ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്നല്ലേ പേര്. കണ്ടോ? ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ചുരുക്കം. അലാ മദ്ഹബിൽ ഇമാമി ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് പ്രകാരം. എല്ലാ കർമ്മശാസ്ത്രമല്ല നമ്മൾ പറയുന്നത്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ചുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ചുരുക്കം. അപ്പം ഹനഫി മദ്ഹബ് അനുസരിച്ച് വേറെ ആയിരിക്കും, ഹംബലി മദ്ഹബ് അനുസരിച്ച് വേറെയാണ്, മാലിക്കി മദ്ഹബ് അനുസരിച്ച് വേറെയാണ്. ഇത് നമ്മൾ പറയുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? എഴുതിയത് തഅലീഫ് എന്ന് പറഞ്ഞ രചന അശ്ശൈഖ് അബ്ദുറഹ്മാൻ ബാവ ഇബ്നു മുഹമ്മദിൻ അൽ മലൈബാരി, ബാവുസ്താദ്, കോടമ്പുഴ ബാവുസ്താദ്. ഒരു ഒരുപാട് കിതാബ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് കിതാബ് എന്ന് പറഞ്ഞാൽ തഫ്സീർ ഉണ്ടല്ലോ, നമ്മുടെ ജലാലൈനി ഇല്ലേ, ഖുർആൻ തഫ്സീർ, ആ ജലാലൈനിയുടെ ഒരു വിശദീകരണം എഴുതിയിട്ടുണ്ട്. 30 വാള്യം. അതുപോലെ ഒരുപാട് കിതാബുകൾ എഴുതി, ഇപ്പോഴും രചനയിലും എഴുത്തിലൊക്കെയാണ്. ഇതുപോലത്തെ ഒരു കിതാബ്, ഖുലാസ പോലത്തെ ഒരു കിതാബ് ആധുനിക പണ്ഡിതന്മാരിൽ രചിക്കപ്പെട്ടിട്ടില്ല. ഫത്ഹുൽ മുഈനിലെ വിഷയങ്ങൾ ചുരുക്കി ഇതിൽ പറയും. അതുപോലെ പുതിയ മോഡേൺ ആയിട്ടുള്ള ചില മസലകൾ ചർച്ച ചെയ്യും. പിന്നെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ട പോയിന്റുകൾ പറഞ്ഞു തരും, ഓരോ നമ്പർ ക്രമത്തിൽ ഇട്ട് പറഞ്ഞു തരും. ഫത്ഹുൽ മുഈനിലൊക്കെ നല്ല കിതാബാണ്. അത് എന്താണ്, പാരമ്പര്യമായിട്ട് നമ്മൾ തോന്നുന്ന ലോകത്തിന് തന്നെ മാതൃകയായ ഒരു കിതാബാണ് ഫത്ഹുൽ മുഈൻ. പക്ഷെ തുടങ്ങി പഠിക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി എളുപ്പം ഉള്ളൊരു കിതാബാണ് ഖുലാസ. മനസ്സിലായില്ലേ? അതിൻ്റെ ചുരുക്കമാണ് ഇതിൽ പറയുന്നത്. മൂന്ന് ജുസ് ആണുള്ളത്. 3 ജുസ്. അതില് ഭാഗം, 3 ഭാഗം. അതൊരു സൗകര്യത്തിന് വേണ്ടി ആക്കുന്നതാണ്. ഇത്ര കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന മാസം കൊണ്ട് ഇത്ര ഓതി എത്തണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ആക്കുന്നതാണ്. അൽ ജുസ് ഉൽ അവ്വൽ, 1-ാം ഭാഗം. ലാപ്ടോപ്പ് അല്ലാത്തോണ്ടേ കാണുന്നില്ല. ഓക്കെ. ഇതതിൻ്റെ ആമുഖമാണ്, ഈ കിതാബിന്റെ ആമുഖം. ഒന്ന് പറഞ്ഞു പോവാ അല്ലേ? ബിസ്മില്ലാഹി അർ-റഹ്മാനിർ റഹീം. ഏതൊരു നല്ല കാര്യത്തിനും ബിസ്മി ചൊല്ലല് സുന്നത്താണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലുള്ളത്, അപ്പോൾ ബിസ്മി ചൊല്ലല് വളരെ നല്ലത്. എന്താ അതിൻ്റെ അർത്ഥം? പലപ്പോഴായി നമ്മൾ കേട്ടതാണ്. റഹ്മാനും തുടങ്ങുന്നു. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു, കിതാബ് ഓതാനാണെങ്കിൽ കിതാബ് ഓതാൻ തുടങ്ങുന്നു, പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ പള്ളിയിൽ പ്രവേശിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഏത് നല്ല കാര്യം, വാഹനം ഓടിക്കാനാണെങ്കിൽ വാഹനം ഓടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലാം. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അല്ല,
അനുസരിക്കുന്നവർക്കും വിശ്വസിച്ചവർക്കും വിശ്വസിക്കാത്തവർക്കും കാരുണ്യം ചെയ്യുന്നു. അതിപ്പോൾ അള്ളാഹു അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന, അള്ളാഹു ഉണ്ട് വിശ്വസിക്കണം, ഞാൻ അള്ളാഹു വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മുഅ്മിനീങ്ങൾക്കും അതുപോലെ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവർക്കും അവർക്കൊക്കെ വേണ്ടത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹു എന്നാണ് റഹ്മാൻ്റെ അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട അനുസരിച്ച് ജീവിച്ചവർക്ക് മാത്രം നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നു. മനസ്സിലായി? ഒന്ന് ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന റഹ്മാന്, റഹീം എന്ന് പറഞ്ഞാൽ പരലോകത്ത് വെച്ച്. അത് ഏറ്റവും നല്ല ഗുണം ഏതായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഏത്? റഹീം അല്ല, റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ പരലോകത്ത് ഗുണം ചെയ്യുന്നു. ആളെണ്ണം കൂടുതൽ റഹ്മാനിലായിരിക്കും അല്ലേ? പക്ഷേ റഹീമില് വണ്ണം കൂടുതൽ റഹീമായിരിക്കും അല്ലേ? നമുക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടുന്നത് ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോൾ ദുനിയാവിൽ വെച്ചൊരു അനുഗ്രഹം കിട്ടുന്നത് എത്ര വയസ്സ് ഏറിപ്പോയാൽ 60-70 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കും. പരലോകത്ത് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് അവസാനമല്ലല്ലോ. അപ്പോൾ വണ്ണം ഏതാണ്? വണ്ണം റഹീമാണ്. അപ്പം നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് യാ റഹ്മാന ദുനിയ വൽ ആഖിറതി വ റഹീമഹുമ എന്ന് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ യാ റഹ്മാനു യാ റഹ്മാൻ, അല്ലെങ്കിൽ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്നൊക്കെ 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ പറഞ്ഞ് ദുആ ചെയ്താൽ ആ ദുആയിന് ഉത്തരമുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു നാമമാണ് റഹ്മാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് നല്ല കാര്യത്തിനും ബിസ്മില്ലാ നമ്മുടെ നാവിൽ വന്നോട്ടെ. അടുത്തത് വായിക്കും. അൽഹംദു, എല്ലാ സ്തുതിയും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. ഏറ്റവും വലിയ പ്രാർത്ഥനയാണത്. ഏത്? അൽഹംദുലില്ലാ. ഒരാളെന്ത് ചെയ്തു? ദിക്റിങ്ങനെ ചൊല്ലിയിട്ട് അയാൾ ചോദിക്കാനുള്ള കാര്യം ചോദിക്കാൻ മറന്നുപോയി നിൽക്കുക. എന്നാൽ ചോദിക്കാതെ അള്ളാഹു കൊടുക്കുന്നു. ചോദിക്കാതെ എന്ത് ചെയ്യും? ചോദിക്കുന്ന ആളുകൾക്ക് പോലും കൊടുക്കാത്തത് ഇവന് കൊടുക്കും. അപ്പം ഞാൻ ഇങ്ങനെ അള്ളാഹുവിനോട് ഇങ്ങനെ എനിക്ക് ഇന്നത് വേണം, അത് വേണം, ഇത് വേണം എന്നിങ്ങനെ പറയാണ്. അപ്പുറത്തെ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ദിക്റിങ്ങനെ ചൊല്ലുകയാണ്. എനിക്ക് കിട്ടുന്നതിനേക്കാളും വലിയ കൂലി അവൻ ആവശ്യ പൂർത്തീകരണം അവന് കിട്ടും. അപ്പം അൽഹംദുലില്ലാ എപ്പോഴും നമ്മൾ എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാ. എന്തൊക്കെ വിശേഷം? ഇത് ചെങ്ങായി ഒന്നും പറയേണ്ട, ആകെ കുടുക്കത്തിനാണ്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അപ്പുറത്ത് പ്രശ്നം, അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ഗുണം കിട്ടുന്നു? ഒരു ഗുണമൊന്നുമില്ല. അൽഹംദുലില്ലാ, ഖൈറാണ്. അള്ളാഹു ഇനിയും ഖൈർ നിലനിർത്തട്ടെ എന്നുകൊണ്ട് പറയാം. പോസിറ്റീവായിട്ട് പറയാം. അതാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ഏത് വിഷയത്തെയും പോസിറ്റീവായിട്ട്. എങ്ങനെയുള്ള അള്ളാഹുവാണ് അൽഹംദുലില്ലാഹി? അല്ലദീ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. ഹദാന, അവൻ നമുക്ക് സന്മാർഗം കാണിച്ചു തന്നു. ഹിദായത്ത് കണ്ടിട്ടില്ല? ഹിദായത്ത് എന്ന് പറയില്ല നമ്മള്. ഹിദായത്ത് നേർവഴിയിൽ നമ്മെ ആക്കി. ഇതിലേക്ക് വഴി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് നമ്മെ വഴി കാണിച്ചു തന്ന അള്ളാഹുവിനിക്കാണ് സർവസ്തുതി. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടോ നമ്മൾ ചോദിച്ചിട്ടോ അല്ലല്ലോ നമ്മൾ മുസ്ലിമാക്കിയത്, ആണോ? അല്ല. അപ്പോൾ ഈ വഴിയിലേക്ക്, ഇതിലേക്ക് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലേക്ക്, ഈമാൻ വിശ്വാസത്തിലേക്ക് വഴി കാണിച്ചു തന്ന അള്ളാഹുവിന് സർവസ്തുതി. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത്ര വലിയൊരു അനുഗ്രഹം വേറല്ല. എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, ഹിദായത്തില്ലെങ്കിൽ പോയി. വമാ കുന്ന ലിനഹ്തദിയ, നാം ഹിദായത്ത് കിട്ടിയവരാകുമായിരുന്നില്ല. വമാ കുന്ന, നമ്മളാകുമായിരുന്നില്ല. ലിനഹ്തദിയ, ഹിദായത്ത് ലഭിച്ചവർ ആകുമായിരുന്നില്ല.
ലൗല അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ, അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുറവ് പറയണം. അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ വിനയം കാണിക്കുക, നമ്മൾ കുറവ് പറയും, നമ്മൾ ചെറുതാണെന്ന് പറയും. ഏറ്റവും വലിയവൻ അള്ളാഹുവാണല്ലോ. അപ്പോൾ അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഹിദായത്ത് കിട്ടിയ ആളാകുമായിരുന്നില്ല. വസ്വലാത്തു, അള്ളാഹുവിൻ്റെ മഹത്തായ സ്വലാത്തും വസ്സലാമും ഗുണവും, രക്ഷയും. വസ്സലാമു എന്ന രക്ഷ, സ്വലാത്തു എന്ന ഗുണം. അള്ളാഹു നൽകുന്ന മഹത്തായ ഗുണവും മഹത്തായ രക്ഷയും അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേൽ ഉണ്ടാവട്ടെ. അതാരാ? മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയുടെ മേലുണ്ടാവട്ടെ. വഅലാ ആലിഹി, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാവട്ടെ. വസഹ്ബിഹി, അവിടുത്തെ സ്വഹാബിമാരുടെ മേലും ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള സ്വഹാബിമാരും കുടുംബക്കാരുമാണ്? അൽ ഫായിസീന, നേടിയവരായ, ബിരിദല്ലാഹി, അള്ളാഹുവിൻ്റെ പൊരുത്തം, അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയവരായ സ്വഹാബിമാരുടെയും കുടുംബങ്ങളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മേൽ സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ഇപ്പം ഏതൊരു നല്ല കാര്യം നമ്മൾ തുടങ്ങുകയാണെങ്കിലും ബിസ്മി പറയണം, ഹംദ് പറയണം, സ്വലാത്ത് പറയണം, സലാം പറയണം. അതിന് ബർക്കത്തുണ്ടാവും. അത് നമ്മൾ എത്ര സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നു, അതൊക്കെ ഇബാദത്തായി പരിഗണിക്കപ്പെടും. ബിസ്മി ചൊല്ലി ഒരു കാര്യം ചെയ്താൽ, നല്ല നിലക്ക് ഉദ്ദേശിച്ചിട്ട് ചെയ്താൽ. അമ്മാ ബഅദ്, ബിസ്മിയും ഹംദും സ്വലാത്തും സലാമും ശേഷം, ഇതുകൾക്കൊക്കെ ശേഷം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ ആമുഖത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഹിദായത്ത്. ഹിദായത്ത് അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നില്ല. പിന്നെ എല്ലാ സ്തുതിയും നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും നമുക്ക് നൽകുന്നത്, എല്ലാ അനുഗ്രഹവും നൽകുന്നത് അള്ളാഹുവാണ്. അതിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം, ബിസ്മി നമ്മൾ ചൊല്ലണം, സ്വലാത്തും സലാമും നബിതങ്ങളുടെ മേലുണ്ടാവട്ടെ. നബിതങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താ? നമ്മൾ ഒരു ചുമരിലേക്ക് റബ്ബർ പന്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തന്നെ വന്നു വരുള്ളൂ. അതേപോലെ നമ്മൾ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിയാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും. കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ച പോലെ ഇങ്ങോട്ട് തന്നെ വരുന്ന പോലെ റസൂലുള്ളാഹിക്ക് അള്ളാഹുവിൻ്റെ ഗുണവും സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതിൻ്റെ രക്ഷയും അതിൻ്റെ പ്രതിഫലവും കിട്ടും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ചുരുങ്ങിയത് 10 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്, ഒക്കെ നമുക്കറിയാം. അപ്പോൾ മാക്സിമം നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെയും ശേഷമൊക്കെ 10 സ്വലാത്ത് വീതം ചെല്ലാൻ ശ്രമിക്കുക. അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ അടുക്കൽ നമുക്ക് ചെല്ലാമല്ലോ. ഇരുന്നിട്ട് നിസ്കരിച്ച് ഇരുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് പോകുന്നതിൻ്റെ സമയത്ത് ചെല്ലാം. ഓക്കെ, നോക്കാം. ഫഅലം, ഇനി അതിൻ്റെ ആമുഖം പറയട്ടോ, ഫിഖ്ഹിലേക്ക് എത്തിക്കുകയാണ്. ഫഅലം, നിങ്ങൾ അറിയണം, ഇഅ്ലം, നീ അറിയണം, അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു. കേട്ടോ, അവിടെ അന്ന എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ എന്ന് വായിച്ചു, അതാണ് ഗ്രാമർ. മറ്റോടത്ത് ബിസ്മില്ലാഹി എന്ന് വായിച്ചു. സംഗതി രണ്ടും അള്ളാഹു എന്നുള്ള പദമാണ്. ഒന്ന് അള്ളാഹി എന്ന് വായിച്ചു, ഇവിടെ മറ്റോടത്ത് നോക്ക് ഹദാൻ അള്ളാഹു എന്നാണ് വായിച്ചു, മേലെ ലമ്മ വായിച്ചു ഹദാൻ അള്ളാഹു. അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ലമ്മ വായിച്ചത്? എന്തുകൊണ്ടാണ് നസ്ബ് ഫത്ഹത്ത് വായിച്ചത്, കസ്രത്ത് വായിച്ചത്? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രാമറിൽ പറയാം. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഫഅലം, നീ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ഖലഖന, അവൻ നമ്മെ പടച്ചിരിക്കുന്നു. ഖലഖ, അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ന, നമ്മളെ.
ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ വഴി മാർഗം, ഏറ്റവും ശരിയായ രൂപത്തിൽ. അല്ലേ? അല്ലാഹു തആല നമ്മെ പഠിച്ചിരിക്കുന്നത് ഏറ്റവും ക്ലിയറായ രൂപത്തിൽ, ഏറ്റവും നല്ല രൂപത്തിലാണ്. ഒറ്റ ഉദാഹരണം പറയാം. ആ ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജസ്റ്റ് അവരൊന്ന് പെർമിഷൻ വാങ്ങാൻ കഴിയില്ല. ഇല്ലല്ല, അത് അവരങ്ങനെ ഒരു റൂൾസ് ഉണ്ട് വെച്ചെങ്കിൽ. ആ ഇതിന്റെ ഇപ്പൊ ഈ ടെക്സ്റ്റിന്റെ മേലെ തന്നെ അതിന്റെ അത് അപ്പം ഇത് കാണുമ്പോ ഇടയിൽ എവിടെ എഴുതുക? ആ നിങ്ങൾ കോഴിക്കോടല്ലേ? കോഴിക്കോട് എവിടെ? ടൗണിലല്ല അല്ലേ? മർക്കസ് കോംപ്ലക്സിൽ പോകാൻ കഴിയുമോ? പുതിയ സ്റ്റാൻഡ് രാത്രി രാത്രി ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ഈ കിതാബ് വാങ്ങാനാ പറഞ്ഞത്. ഇത് നമ്മൾ പ്രിന്റ് എടുത്താൽ മുതലാവില്ല. ഇതൊരു 10, 400, 350 പേജോളുണ്ട്. PDF അയച്ചുതരാം. അല്ല, അത് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോഴേ കിതാബ് കൂടി കയ്യിലുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. സ്ക്രീനിൽ ഇങ്ങനെ നോക്കണ്ട. നമുക്ക് ഇല്ലല്ല, ചെയ്തില്ല. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെന്താ വെച്ചാൽ അതൊരു സുഖമായി മാറും, സൗകര്യമാവും. അപ്പൊ നമ്മൾ മലയാളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ അറബി പറയുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഓരോ വേർഡ് മീനിങ്ങുകൾ നമുക്ക് അർത്ഥം പറഞ്ഞുതരാം. അതിന്റെ ടെക്സ്റ്റ് അയച്ചുതരാം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട വേർഡുകളുടെ മീനിങ് ഉണ്ടല്ലോ മലയാളത്തിൽ തന്നെ. അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വിട്ടു കഴിഞ്ഞാൽ കിട്ടും. ഗൂഗിൾ ലെൻസിൽ സ്കാൻ ചെയ്താൽ. പക്ഷെ അത് നമുക്ക് ജോയിൻ ചെയ്ത് വെക്കണം, യോജിപ്പിച്ച് എന്ത് ചെയ്യണം, നമ്മൾ അർത്ഥം വെക്കണം. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പരമ കാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് അങ്ങനെ മൊത്തം ഈ തന്ന ഇതിപ്പോൾ ഏതിൻ്റെ അർത്ഥമാണെന്ന് കിട്ടില്ല അല്ലേ? അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മലയാളത്തിലൊരു സ്ട്രക്ചർ വേറെയാണ്, അറബിയിൽ സ്ട്രക്ചർ വേറെയാണ്, ഇംഗ്ലീഷിൽ സ്ട്രക്ചർ വേറെയാണ്. ഓരോ ഭാഷക്കും അതിൻ്റേതായ വെർബ് പാറ്റേണുകൾ ഉണ്ടാവും. സബ്ജക്റ്റ് വെർബ് കോങ്കോഡുകൾ വ്യത്യാസപ്പെടും അല്ലേ? ഇതിൽ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ ആവില്ല ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അറബിയിൽ നേരെ വ്യത്യസ്തമായിരിക്കും. അപ്പം അത് നമുക്ക് ഇതിലിപ്പോൾ പ്രധാനപ്പെട്ട വാക്കുകളുടെ മീനിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും ടെക്സ്റ്റാക്കി വിടുന്നതിന് കുഴപ്പമില്ല. അത് അങ്ങനെ വെച്ച് ചെയ്തു തരാം. അല്ല, അത് ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പേജ് ഗൂഗിൾ ലെൻസിലാണ് സ്കാൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് നോക്കാം. ഇതിങ്ങനെ മറ്റേ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഒരു സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് അർത്ഥം എന്താ വരുത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം നമുക്ക് അതിൻ്റെ ഏത് വാക്കിൻ്റെ മീനിങ് ആണെന്ന് കിട്ടൂല. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അതാണ് ഒറ്റ ഒരു സെന്റൻസ് ആണത്. അപ്പോൾ അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ലെങ്കിൽ ഹിദായത്ത് നമുക്ക് കിട്ടുമായിരുന്നില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന അർത്ഥം നമ്മൾ എഴുതിയെന്ന് വെക്കുക.
ഏത് പദത്തിന് ഏതിന്റെ അർത്ഥം അങ്ങനെ കിട്ടുക കിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഓരോ പദവും വായിച്ചിട്ട് അതിനർത്ഥം പറയുന്ന രൂപത്തിലെത്തണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ആശയം കിട്ടുള്ളൂ. അപ്പൊ അൽഹംദു സർവ്വസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനേക്കാണ്. അപ്പൊ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. സ്ട്രക്ചറായി, മലയാള സ്ട്രക്ചറായി. അല്ലത് എങ്ങനെയുള്ള അള്ളാഹുവാണ്? ഹദാന, അവൻ ഹിദായത്തിലാക്കിയിരിക്കുന്നു നമ്മളെ. അവൻ നമുക്ക് ഹിദായത്ത് നൽകിയിരിക്കുന്നു. ലിഹാദ, ഇതിനിക്ക്, ഇസ്ലാം മതത്തിന്, ഈമാനിന് വേണ്ടി ഹിദായത്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ ഓരോ പദങ്ങളും വെച്ച് അർത്ഥം കിട്ടണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ സ്ട്രക്ചറും പിടികിട്ടുക, അതുപോലെ എന്തും കിട്ടുക, ഓരോ പദത്തിനുള്ള മീനിങ്ങുകളും നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് നോക്കാം. ഫഅലം, അറിയണം. അന്നല്ലാഹ, പറയും. തീർച്ചയായും അല്ലാഹു നമ്മെ പടച്ചിരിക്കുന്നു. അവൻ നമ്മെ പടച്ചിരിക്കുന്നു. അപ്പൊ അവിടെ നോക്ക്, അഹ്സൻ ഏറ്റവും നല്ലത്, തഖ്വീം രൂപം, ഏറ്റവും നല്ല രൂപത്തിൽ നമ്മെ അള്ളാഹു പടച്ചിരിക്കുന്നു. അതാൻ്റെ സ്ട്രക്ചർ. പിന്നെ ആ ആ അതെ, വഖലഖലന, നമുക്ക് വേണ്ടി അവൻ പടച്ചിരിക്കുന്നു. അൽ അർള, ഭൂമിയെ, വമാ, ഒന്നിനെയും, ഫിഹ, ഭൂമിയിലുള്ള ഒന്നിനെയും, മിനൻ നഈമി, അനുഗ്രഹങ്ങളാൽ. അപ്പൊ ഭൂമിയിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും ഭൂമിയെയും നമുക്ക് വേണ്ടിയാണ് അള്ളാഹു പടച്ചിരിക്കുന്നത്. പിന്നെ സഖറ ലന, നമുക്ക് വേണ്ടി അവൻ സംവിധാനിച്ചിരിക്കുന്നു. സഖറ, സജ്ജീകരിക്കുക എന്നർത്ഥം, സംവിധാനിക്കുക. എന്തിനെ? അശംസ, സൂര്യൻ, വൽ ഖമറ, ചന്ദ്രൻ, വൻ നുജൂമ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ്. പിന്നെ വ അമറ മലായികത്തഹു, അമറ, അവൻ കൽപ്പിച്ചു, അമ്ര ചെയ്തു, മലായികത്തഹു, അവന്റെ മലക്കുകളോട് അവൻ കൽപ്പിച്ചു, ബിസ്സുജൂദിലി അബീന, നമ്മുടെ വാപ്പാക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. അല്ലേ, നമ്മുടെ വാപ്പാക്ക് ആദം നബി അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് കൽപ്പിക്കുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? സുജൂദ് ചെയ്യാൻ വേണ്ടി, ലിമ, ഒരു കാരണത്തിന് വേണ്ടി, അല്ലമഹു, അള്ളാഹു ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യത്തിന് വേണ്ടി, മിനൽ ഉലൂമി, അറിവിനാൽ. അള്ളാഹു ആദം നബിക്ക് അറിവ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ആ അറിവ് കിട്ടുക എന്ന മഹത്വം ആദം നബിക്കുണ്ടായി. അപ്പൊ ആ അറിവിനെ ബഹുമാനിക്കാൻ വേണ്ടി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. ക്ലിയറല്ലേ? പിന്നെ എന്തായിരിക്കും അർത്ഥം? സുമ്മ അമറന, ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളോട്, നമ്മളോട് കൽപ്പിച്ചു. ബിത്തഖ്വ, യെസ്, വൽ മൗത്തി, മൗത്ത് അലൽ ഇസ്ലാം, അതായത് മുസ്ലിമായി മരിക്കാനും തഖ്വ ചെയ്ത് ജീവിക്കാനും കൽപ്പിച്ചു. മുസ്ലിമായി മരിക്കാനും തഖ്വ ചെയ്ത് ജീവിക്കാനും നമ്മോട് കൽപ്പിച്ചു. അതാ ആ ആയത്താണ് പറഞ്ഞത്. ആ ആയത്താണ് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ, സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ മരിക്കരുത്. യെസ് 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 യെസ്, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അത് അള്ളാഹു കൽപ്പിച്ചതാണ് നമ്മളോട്. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞത്? തഖ്വ ചെയ്ത് ജീവിക്കാനാ പറഞ്ഞത്. അപ്പൊ എന്താ തഖ്വ? അതാണ് ഈ പറയുന്നത്. അപ്പൊ തഖ്വ പറയും, ഇംതിസാലു എന്നുണ്ടാവും. ആ അലിഫ് അവിടെ സൈലന്റ് ആണ്. അവിടെ ഒരു അലിഫ് കാണുന്നുണ്ടോ? സൈലന്റ്. ഹുവംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി.
ഇംതിസാലു അവാമിരില്ല, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കലാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കലാണ്. പിന്നെ വജ്തിനാബു നവാഹിഹി, കൽപ്പന അനുസരിക്കുക, പിന്നെന്താ വിരോധിക്കേണ്ടി വരിക? വിരോധനകൾ ഒഴിവാക്കുകയും ചെയ്യാം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ വഴിപ്പെടുകയും അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് തഖ്വ. ഈ തഖ്വ ചെയ്ത് ജീവിക്കാനാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം, വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കണം. ഓക്കെ, ബാക്കി വൽ ഇംതിസാലു, മഅരിഫത്തിൽ അഹ്കാമി ശർഇയ്യത്തി, അല്ലേ? വൽ ഇംതിസാലു, നേരത്തെ പറഞ്ഞ അനുസരിക്കലും, വൽ ഇജ്തിനാബു ഒഴിവാക്കലും, എന്ത്? അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലും, ലാ യസ്തതിബ്ബാനി, അത് സാധിക്കുകയില്ല, ഇല്ലാ ബി മഅരിഫത്തിൽ അഹ്കാമി ശർഇയ്യ, മതപരമായ മതവിധികൾ അറിയൽ കൊണ്ടല്ലാതെ. ഇതൊന്നും കഴിക്കൂല്ലോ. മതപരമായ ഹുക്കുമുകൾ, ശർഇയ്യായ ഹുക്കുമുകൾ അറിഞ്ഞുകൊണ്ടല്ലാതെ നമുക്ക് ഇതിനൊന്നും സാധിക്കൂല. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പൊ അപ്പോഴാണ് നമുക്ക് തഖ്വ ചെയ്യാൻ സാധിക്കുള്ളൂ. അള്ളാഹു നമ്മളോട് തഖ്വ ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു. അപ്പൊ തഖ്വ ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയുമാണ് വേണ്ടത്. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാനും ഈ മതപരമായ അറിവുകൾ നേടാതെ കഴിയൂല. അല്ലേ? വൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തി ഹുവൽ ഫിഖ്ഹു. അപ്പോൾ ഫിഖിലെത്തിയപ്പോൾ നമ്മൾ അള്ളാഹ് പടച്ചിട്ട് നേരെ ഫിഖിലെത്താണ്. വൽ ഇൽമു, അറിയൽ, ബിൽ അഹ്കാമി ശർഇയ്യ, മതപരമായ ഹുക്കുമുകളെ കുറിച്ച് അറിയൽ, വാജിബ്, സുന്നത്ത്, കറാഹത്ത് എന്നൊക്കെ അല്ലേ? ആ മതപരമായ വിധികളെ കുറിച്ച് അറിയൽ. അൽ അമലിയത്തി, പ്രവർത്തിക്കുന്ന പ്രവർത്തനപരമായ മതപരമായ വിവരങ്ങളെക്കുറിച്ച്, കർമ്മപരമായ വിവരങ്ങളെക്കുറിച്ച് അറിയലാണ് ഹുവൽ ഫിഖ്ഹു, അതാണ് ഫിഖ്. മനസ്സിലായോ? വൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയത്തി ഹുവൽ ഫിഖ്ഹു, അതാണ് ഫിഖ്. ഇപ്പൊ നമ്മൾ ആദ്യം അള്ളാഹു താല നമ്മെ പടച്ചു എന്നുള്ളതിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഫിഖ് പഠിക്കണം എന്നുള്ളതിലേക്കാണ് എത്തി. അപ്പൊ ഫിഖ് പഠിക്കൽ എന്താണ്? നിർബന്ധമാണ്. ഫിഖ് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തഖ്വ ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അത് ഫിഖ്ഹിനെ കിട്ടുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ വിടുന്നു അത് കിട്ടൂല. പിന്നെ ആ ആ എന്താ അർത്ഥം വരിക? ഫിഖ്ഹിലുള്ള ഇമാമ്, നമ്മുടെ ഇമാമ്, ഇമാമുന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാമ് ഫിഖ്ഹിൽ ആരാണ്? മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹും, ഇവരാണ്. ഇമാം ഷാഫിഈ. പിന്നെ ആ ആ കുത്തുബൻ അദീദത്തൻ, അത് സന്നഫൽ ഉലമാവു, പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. സന്നഫ എഴുതിയിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്, രചന നടത്തിയിട്ടുണ്ട്. ഫിൽ ഫിഖ്ഹി ഷാഫിഈ, ഷാഫിഈ കർമ്മശാസ്ത്രത്തിൽ കുത്തുബൻ അദീദത്തൻ, വലിയ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാടെണ്ണുണ്ട്. ആ മബ്സൂത്തത്ത് പറഞ്ഞാൽ വളരെ വിശാലമായത്, മുഖ്തസറത്ത് പറഞ്ഞാൽ ചുരുങ്ങിയത്. വലിയ അതെ, മുഖ്തസർ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, മുഖ്തസറുൽ മആനി എന്ന് പറഞ്ഞൊരു കിതാബ്. ആ മുഖ്തസർ കിതാബ് ഓതുമ്പോഴേക്കും ഒരു സാധാരണഗതിയിലുള്ള അറിവുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ടാവും. അതെ, അതാണ് മുഖ്തസർ. സനത് ഉണ്ടാവില്ല. സനത് ഏത് ചെറിയ സനത് ഉണ്ടാവും. വലിയ ഇപ്പോൾ കോളേജുകളിലൊക്കെ പോയിട്ട് ബുഖാരി 2 കൊല്ലം
മറ്റൊരു ഓതുന്ന ആ സനത് ഉണ്ടാവുമല്ലോ, ആ സനത്, അതായത് ഇപ്പോൾ വലിയ സനതുകൾ, സനത് കുറേ ഉണ്ട് ഇപ്പോൾ. സക്കാഫി, അഹ്സനി, ഫൈസി, ബിരുദം, അങ്ങനത്തത് മുത്തവ്വൽ ബിരുദങ്ങളാണ് അവർ. അതിന് മുത്തവ്വൽ എന്ന് പറയാം. അത് അവിടെ മുത്തവ്വൽ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. മുത്തവ്വൽ എന്ന് പറഞ്ഞൊരു കിതാബ്, ഇവിടെ മുഖ്തസർ എന്ന് പറഞ്ഞ കിതാബുണ്ട്. രണ്ടും ആരെ കിതാബാണ്? തഫ്താസാനി തങ്ങളുടെ കിതാബാണ്. അപ്പൊ അവിടെ മുത്തവ്വൽ ഓതുമ്പോൾ അതിന് മുത്തവ്വൽ ബാച്ച് എന്ന് പറയും. ഇതിന് മുഖ്തസർ ഇവിടെ ഓതുമ്പോൾ മുഖ്തസർ ബാച്ച് എന്ന് പറയും. മുത്തവ്വൽ ഓതിയൊരു മുഖ്തസർ എന്തായാലും ഓതിയിട്ടുണ്ടാവും. പക്ഷെ മുഖ്തസർ ഓതിയത് എന്തായിക്കൊള്ളുന്നില്ല, മുത്തവ്വൽ ഓതിക്കൊള്ളും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പറഞ്ഞത് ചെറിയ കിതാബ്, വിശാലമായ കിതാബ് എന്നർത്ഥം. മബസൂത്തത്ത് പറഞ്ഞ വലിയ കിതാബുകൾ, മുഖ്തസറത്ത് പറഞ്ഞ അതെ 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 അതെ, അവിടെയുള്ള ഉസ്താദുമാര് സെലക്ട് ചെയ്യുന്ന പേര്. അതെ അതെ, അത് ഇവിടെ വെല്ലൂര് ബാക്കിയാത്തു സ്വാലിഹാത്ത് പറഞ്ഞ കോളേജിൻ്റെ അവിടെ, അറബി കോളേജ്. വെല്ലൂര് അല്ലല്ല, ഇവിടെ ആന്ധ്രയിൽ ഒരു വെല്ലൂരുണ്ട്, ഇവിടെ തമിഴ്നാട് വെല്ലൂര്. അവിടെ ഇവിടെ പഠിച്ചിട്ട് 2 കൊല്ലം ബിരുദത്തിന് അങ്ങോട്ട് പോകും. അതിൽ എന്തുണ്ട്? ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ മബ്സൂത്തത്തായതുണ്ട്, മുഖ്തസറത്തായതുണ്ട്. മബ്സൂത്തത്ത് പറഞ്ഞാൽ വിശാലം, വലുതുണ്ട് ചെറുതും. അപ്പൊ വിശാലമായത് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ വേണം വമിൻ അഷ്ഹരി മുഖ്തസറാത്തിഹി, ആ മുഖ്തസറുകളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധമായതാണ് കിതാബ് ഫത്ഹിൽ മുഈൻ. ഫത്ഹുൽ മുഈൻ എന്ന കിതാബ്. ഫത്ഹുൽ മുഈൻ ബി ഷർഹി ഖുർറത്തിൽ ഐൻ ബി മുഹിമ്മാത്തി, അതാണ് മുഴുവൻ പേരിട്ടോ. ഫത്തുൽ അല്ല, ചുരുങ്ങിയ മുഖ്തസറായ കിതാബുകളിൽ ഏറ്റവും പ്രസിദ്ധമായതാണ്. മുഖ്തസർ എന്ന് പറഞ്ഞാല് മറ്റേത് വലിയ ഒരുപാട് വാള്യങ്ങൾ ഉണ്ടാവും, 10ഉം 20ഉം വാള്യങ്ങളൊക്കെ ഉള്ള കിതാബുകളുണ്ട്. ഫത്ഹുൽ മുഈൻ ഒറ്റ കിതാബ് കണ്ടിട്ടില്ല. ഇതാ ഫത്ഹുൽ മുഈൻ. ആ, ഫത്ഹുൽ മുഈന്റെ ഫത്ഹുൽ മുഈനിൽ എല്ലാ വിഷയവും ഉണ്ട്. മുഖ്തസർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല്, ഇപ്പോ ഏറെ എല്ലാ വിഷയങ്ങളും കുറഞ്ഞ ലഫ്ദ് കൊണ്ട് കൂടുതൽ മായന വരുന്ന ഭാഗത്തിനാണ് മുഖ്തസർ എന്ന് പറയാം. എല്ലാം പാടല്ല. ആ, അതെ അതെ, അതിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനും വിഷയങ്ങൾ പറയാനും പ്രധാനപ്പെട്ട മസലകളൊക്കെ പറയും. ചിലപ്പോൾ മറ്റു കിതാബ് അങ്ങനെയല്ല, ചിലപ്പോൾ എല്ലാ വിഷയങ്ങളും എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായമൊക്കെ പറഞ്ഞിങ്ങനെ ദീർഘിച്ചു പോകണ്ടാവും. അതുണ്ടാവില്ല ഇതിലേന്ന്. മുഖ്തസറാണ് ഫത്തുൽ മുഈൻ. നമ്മള് ചുരി ആ ചെറുത് വലുത് എന്നുള്ള അർത്ഥത്തിനുള്ള അല്ല. അപ്പൊ അതിൽപ്പെട്ടതാണ് ഫത്തുൽ മുഈൻ. ഫത്തുൽ മുഈന്റെ മുഴുവൻ പേര് കണ്ടോ? ഫത്തുൽ മുഈൻ ബി ശർഹി ഖുർറത്തിൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ. കിലാഹുമ ഖുർറത്തുൽ, കണ്ണിന് കുളിർമ ഉണ്ടാകുക. ദീനിലെ പ്രധാന മസലകളെ കൊണ്ട്, ദീനിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കൊണ്ട് കൺകുളിർമയാകുക. അപ്പൊ ഖുർറത്തുൽ ഐനി എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. ഫത്തുൽ മുഈനില് വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും അങ്ങനെ വേണ്ടേ. നിങ്ങൾ അല്ലല്ല, നിങ്ങൾ സംഗതി ഞാൻ നിങ്ങൾ വായിച്ച് നിങ്ങൾ തന്നെ അർത്ഥം പറയുമ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കുക ചെയ്യാം. അതാണ് നല്ലത്. മറ്റേത് വെച്ചാൽ മറ്റേത് പറയാം, നിങ്ങളെ ഇടയ്ക്ക് ചോദിക്കണതിനൊന്നും കുഴപ്പമില്ല. കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചോദിച്ചാലും പ്രശ്നമില്ല, അതൊന്നും കുഴപ്പമില്ല. നമുക്കത് ഒരാളാകുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും. ചില രണ്ടാളും ഒരു ബാച്ചൊക്കെ ആകുമ്പോഴാണ് ഇടയിൽ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവും. അപ്പൊ ഇതില് അതെ
അപ്പൊ ഇവിടെ അപ്പോൾ ഫത്ഹുൽ മുഈൻ എന്ന കിതാബ് പ്രസിദ്ധമായ ഒരു മുഖ്തസറാണ്. ഈ ഫത്ഹുൽ മുഈനിൽ ഞാൻ കാണിച്ചതാ, ഇത് ഫത്ഹുൽ മുഈൻ കിതാബാണ്. ഇതിൽ കാണുന്നുണ്ടോ? ഇതിൽ വലിയ അക്ഷരങ്ങളും ഇതുണ്ടോ, വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഉണ്ട്. കാണുന്നുണ്ടോ? കട്ടിയുള്ള അക്ഷരം, കട്ടി കുറഞ്ഞതും. അതെ അതെ, കനത്തിലുള്ളതും ഉണ്ട്, കനം കുറഞ്ഞതും ഉണ്ട്. കനത്തിലുള്ളതിന്റെ ഷർഹാണ് ഫത്തുൽ മൊയ്ന്. ശരിക്കും അത് രണ്ടും എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. ഖുറത്തുൽ ഐൻ എന്നൊരു കിതാബാണ്, ഫത്തുൽ മൊയ്ൻ വേറെ കിതാബാണ്. ഖുറത്തുൽ ഐനിന്റെ ഒരു വ്യാഖ്യാനമാണ് ഫത്തുൽ മൊയ്ൻ. മനസ്സിലായോ? അപ്പൊ ഖുറത്തുൽ ഐന് എന്ന കിതാബും ഫത്ഹുൽ മുഈൻ എന്ന കിതാബും കിലാഹുമ, അവ രണ്ടും ലിശൈഖിൽ അല്ലാമത്തിൽ മഖ്ദൂമി സഗീരി അഹ്മദ് സൈനുദ്ദീൻ ഇബ്നു ഷെയ്ഖ് മുഹമ്മദിൽ ഗസാലി ഇബ്നു ഷെയ്ഖ് അല്ലാമത്തിൽ മഹ്മൂദിൽ മഖ്ദൂമിൽ കബീർ സൈനുദ്ദീൻ അൽ മഅബരിൽ മലൈബാരി റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിയം. നമ്മുടെ പൊന്നാനി മറവട്ട് കിടക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് മുഹമ്മദ് ഗസാലി എന്ന പേര്. അവരുടെ മകനാണ് ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹം എഴുതിയതാണ് ഈ രണ്ട് കിതാബ്. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇവിടുന്ന് ജനിച്ചതാണ് ഇവര്. ഈ വലിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ആണ് മുഹമ്മദ് ഗസാലി. അവരുടെ മകനാണ് ആര്? ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം. അവിടെ വലുത് ചെറുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതുപോലെ മനസ്സിലാക്കരുത്. അത് രണ്ടാമെന്നുള്ള അർത്ഥത്തിനാണ്. വലിയ പണ്ഡിതനാണ്, രണ്ടാളും വലിയ പണ്ഡിതനാണ്. ഇത് എന്താണ്, വടകര കുഞ്ഞിപ്പള്ളിയിലാണ് ഇവരെ മക്കാമുള്ളത്. വടകര ആരെ? ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. നമ്മുടെ ഫത്ഹുൽ മുഈൻ എഴുതിയ മുസന്നിഫിന്റെ എഴുതിയ ആൾക്ക് മുസന്നിഫ് എന്ന് പറയാം കേട്ടോ. സന്നഫ എന്ന് പറഞ്ഞാൽ രചിച്ചു എന്ന് പറഞ്ഞില്ലേ, മുസന്നിഫ് എന്ന് പറഞ്ഞാൽ രചയിതാവ്. കിതാബ് രചിച്ച ആളുകൾക്കൊക്കെ മുസന്നിഫ് എന്നാ പറയാം, മുസന്നിഫ് എന്നാ പറയാം. അപ്പൊ ഈ രണ്ട് കിതാബും ആരുടെ കിതാബാണ്? ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്. പിന്നെ നമ്മള് ഈ കിതാബ് എന്തിനാ ഓതുന്നതിലേക്ക് എത്തുകയാണ്. നമ്മളിപ്പോൾ ആദ്യം അള്ളാഹു പടച്ചതെന്ന് തുടങ്ങിയിട്ട് തഖ്വയിലൂടെ ഫിഖ്ഹിലെത്തി. ഫിഖ്ഹിൽ കുറേ കിതാബുണ്ട്. ആ കിതാബില് പ്രസിദ്ധമായ മുഖ്തസറിലൂടെ ഫത്ഹുൽ മുഈനിലെത്തിപ്പോ. ഇനിയിപ്പം ഫത്ഹുൽ മുഈന് എത്തിയിട്ട് ഖുലാസിക്ക് എത്തണ്ടേ? അപ്പോഴല്ലേ ഇത് ഓതുന്നതിനുള്ള ഇതാവുള്ളൂ. വഖദിഹ്താജ, ആവശ്യമായിരിക്കുന്നു, തുല്ലാബു ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ, ഇലാ മുഖ്തസറിൻ, ഒരു മുഖ്തസറിലേക്ക് ആവശ്യമായിരിക്കുന്നു. നീ ഉറങ്ങിക്കോ. മറ്റൊന്നെവിടെ? ഇച്ചാനെവിടെ? അപ്പൊ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ ആവശ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഈ ഹുലാസ ഉണ്ടാക്കുന്ന സമയത്തുള്ള കുട്ടികളാണ്. അത് ഉണ്ടാക്കിയിട്ട് കുറെ കാലമായി. ഇലാ മുഖ്തസരിൻ, ഒരു മുഖ്തസറിലേക്ക് ആവശ്യമായിരിക്കുന്നു. യകൂനു തംഹീദൻ ലി ഹാദൽ കിതാബ്, ഈ ഫത്ഹുൽ മുഈൻ എന്ന കിതാബിലേക്ക് എന്താണ്, മുഖവുരയിടുന്ന, അതിന് മുഖവുരയിടുന്ന, അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു മുഖ്തസർ ആവശ്യമായിരിക്കുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് അതിന് ആ ഫത്ഹുൽ മുഈനിന്റെ ഒരു ആമുഖം പറയുന്ന ഒരു കിതാബിലേക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികൾ ആവശ്യമായിരിക്കുന്നു. അപ്പം നമ്മൾ ഖുലാസയിലേക്ക് എത്തുകയാണ് കേട്ടോ. ഫഹാദ, ഇത് ബിഹംദില്ലാ, അള്ളാഹുവിൻ്റെ ഹംദ് കൊണ്ട്, അള്ളാഹുവിനെ ഹംദ് ചെയ്യലോടുകൂടെ, ഇത് ദാക്കൽ മുഖ്തസറു, അതാണ് ആ മുഖ്തസർ. ആവശ്യമായ മുഖ്തസറാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയത്. നുസമ്മിഹി, നാം അതിന് പേര് വെക്കുന്നു ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പേര് വെക്കുന്നു.
ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പേര് വെക്കുന്നു. വഖദ് ഹവത്ത് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, ഹവത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അഹമ്മൽ മസായിലിൽ ഫിഖ്ഹിയ്യത്തി പ്രധാനപ്പെട്ട ഫിഖ്ഹി മസ്അലകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ബഅദൽ അബ്ഹാസുൽ ലറൂറിയ അനിവാര്യമായ ചില ചർച്ചകളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വൽ ഖളായൽ അസ്രിയ ആനുകാലിക സംഭവങ്ങളെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആനുകാലികമായ ചില ഖളിയകൾ, ചില എന്താ ഫിഖ്ഹിയായ ചർച്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അവയവദാനം, രക്തദാനം തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഖുലാസയിലേക്ക് എത്തിയ നമ്മൾ, അള്ളാഹു നമ്മളെ പടച്ച് തഖ്വ ചെയ്യാൻ വേണ്ടി പടച്ചു. തഖ്വ ചെയ്യണമെങ്കിൽ അറിയണം. ഫിഖിലെത്തി. ഫിഖ് ഷാഫി മദ്ഹബിലെ ഫിഖാണ്, നമ്മുടെ ഇമാമാണ് ഷാഫി ഇമാം. ഷാഫി ഇമാമിൻ്റെ മദ്ഹബിൽ ഒരുപാട് കിതാബുകളുണ്ട്. കിതാബിൽ മബ്സൂത്തത്തായതുകൊണ്ട് മുഖ്തസറത്തും ഉണ്ട്. മുഖ്തസറുകളിലെ ഏറ്റവും പ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ ഒരു കിതാബാണ് ഇന്ന കിതാബ് ഫത്തുൽ മൊയ്ന്. ആ ഫത്തുൽ മൊയ്ൻ എഴുതിയത് സൈൻദി മഖ്ദൂം രണ്ടാമൻ റളിയല്ലാഹു അൻഹു ആണ്. ആ ഫത്തുൽ മൊയ്ന് ഇന്നത്തെ കാലത്ത് കുട്ടികൾ അതിലൊരു ആമുഖമായി പഠിക്കാൻ വേണ്ടി ഖുലാസ എന്ന ഈ കിതാബിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ കിതാബ് സാധാരണ ഒരു കിതാബല്ല. ഇതിൽ പ്രധാനപ്പെട്ട ഫിഖ്ഹി മസ്അലകളും എന്താ പറയുക അനിവാര്യമായ ചർച്ചകളും ആനുകാലിക സംഭവങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കിതാബിലേക്ക് എത്തി. ഓക്കെ അല്ലേ? നമ്മൾ ദ്വാരക്കാട്ടോ. വനർജു നാം ആഗ്രഹിക്കുന്നു, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്, അൻ നഫ്അ ബിഹി ഈ കിതാബ് കൊണ്ട് ഉപകാരം കിട്ടലിനെ, ഫിദ്ദാറൈൻ ഇരുലോകത്തും. അത് മുസന്നിഫ് ദ്വാരക്കാണ്, നമ്മളെ ബാവുസ്താദ് പറയാണ്. എനിക്ക് ദുനിയാവിലും ഗുണം കിട്ടണം, നാളെ ആഖിറത്തിലും ഈ കിതാബ് കൊണ്ട് ഉപകാരം കിട്ടലിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ ഫിഖ്ഹിൻ്റെ പഠിച്ച് ഖുലാസ പഠിക്കേണ്ട ആ ഒരു കാര്യത്തിൽ കണ്ട് എത്തിച്ചേർന്നു. അത് മതി. അപ്പോൾ ഇതിൻ്റെ ഒന്ന് വായിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ PDF ഉണ്ടോ? ഇല്ല, ഞാൻ അയച്ചത്. അപ്പോൾ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, വായിക്കുക, പഠിക്കുക. പിന്നെ ഇതിലിപ്പോൾ ഗ്രാമറൊന്നും നമ്മളിപ്പോൾ ടച്ച് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു അറബിയുടെ ലാംഗ്വേജ് അനുസരിച്ച് വായിച്ചു അതിന് അർത്ഥം പറയാൻ ചെയ്ത്. ഗ്രാമർ നമുക്ക് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഗ്രാമർ കൂടി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോന്ന് എന്തുകൊണ്ട് അങ്ങനെ വായിച്ചത്, എന്തുകൊണ്ട് ഇങ്ങനെ വായിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ വായിച്ചു, ഞാൻ ഇങ്ങനെ വായിക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ചാൽ നടക്കുമോ, അങ്ങനെ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യും ഇതിൽ പറയും ഇൻഷാ അല്ലാഹ്.